സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടാൻ ഇടയാക്കിയത് എന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രസ്താവിച്ചു. കൊടും ക്രിമിനലുകൾക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുക്കുന്നത് ജയിലധികാരികൾ തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര മേഖലയിൽ വലിയ രീതിയിൽ കർഷകർക്ക് നാണ്യവിളകൾക്ക് വിലക്കയറ്റമുണ്ടാക്കുന്ന ഒരു വലിയ കരാറാണ് നരേന്ദ്രമോദിജി ഇന്ന് ഉൾപ്പെട്ടത്. നമ്മൾ രാഷ്ട്രീയം ആയുധമാക്കേണ്ട ഒരു കരാർ. മുഴുവൻ കുടിയേറ്റ കർഷകനും മലയോര കർഷകനും കാപ്പിക്കുരു, കുരുമുളക്, ജാതി, ഏലം ഇതിനെല്ലാം ഗുണകരമാകുന്ന ഒരു വലിയ വ്യാപാര കരാറിലാണ് ഇന്ന് ഭാരതം ഒപ്പിട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് നമ്മൾ രാഷ്ട്രീയ ആയുധമാക്കേണ്ട വിഷയങ്ങളിലൊന്ന്. ഇപ്പോൾ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ഗോവിന്ദചാമിയാണ്. രാവിലെ ഗോവിന്ദചാമി ചാടിപ്പോയിട്ട് ഇവന്മാർ അറിഞ്ഞില്ല. 1:30 മണിക്ക് ഗോവിന്ദചാമി ചാടിപ്പോയി. 5 മണിക്കാണ് ജയിലധികൃതർ അറിയുന്നത് ഗോവിന്ദചാമി ഇല്ലാന്ന്. പോലീസിനെ അറിയിക്കുന്നത് 7 മണിക്ക്. ഒന്ന് ഓർത്തോണം, ഈ നാട്ടിൽ എന്താ നടക്കുന്നത്? ഇയാൾക്ക് ഈ പണി അറിയാൻ മേലെങ്കിൽ വേറെ വല്ല ക്ഷേമരം ചെയ്യാനും പോകണം. അതാണ് ഈ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. സത്യം ഒന്ന് ഓർത്ത് നോക്കിയാണ്. ഒരു കൈയില്ലാത്ത സെൻട്രൽ ജയിലിൻ്റെ മതിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ മതിൽ ഒരു കൈയില്ലാത്ത ഒരാൾ ആ ജയിലിൽ നിന്നും കൃത്യമായ സഹായം ലഭിക്കാതെ ഒരു കാരണവശാലും ഒരു പ്രതിക്ക് ഒരു ഒറ്റ കയ്യിന് ഒരു സെൻട്രൽ ജയില് എങ്ങനെ ചാടാൻ കഴിയും? മണിക്കൂറുകൾ അയാൾ ഒളിച്ചു നടക്കാൻ കഴിയും. 8-9 മണിക്കൂർ ഒരു ഒറ്റ കയ്യൻ, യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ അയാൾ പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ തന്നെയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരായിരിക്കണം. ഒരു സംശയവുമില്ല, ജയിലിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഗോവിന്ദചാമിക്ക് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തണം. അതിന്മേൽ നടപടി സ്വീകരിക്കണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം. അകത്തു നിന്നും കൃത്യമായി ഗോവിന്ദചാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല, എൻ്റെ കടമകളിലേക്ക് പോവുകയാണ്. യോഗത്തിൽ ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് അധ്യക്ഷത വഹിച്ചു. നാഗേഷ് നമ്മെ സംബന്ധിച്ച് ഈ പാർലമെന്റ് മണ്ഡലത്തിലും നമ്മെ സംബന്ധിച്ച് ഇവിടുത്തെ 4 അസംബ്ലി മണ്ഡലത്തിലും അദ്ദേഹം നമ്മളെ വിജയിപ്പിക്കും. അതിനുള്ള എല്ലാ കരുവുമായിട്ടാണ്, സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രഭാരി എ നാഗേഷ്, മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാർ, ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ.ടി. നടരാജൻ, സൂരജ് ജോൺ മലയിൽ, അരുൺ പി മോഹൻ, ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം.എൻ. മധു, സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പള്ളി, വി.എൻ. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.